നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹൂദ നേതാക്കളും യേശുവും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 33 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ പിന്നെയും യെരുശലേമിൽ ചെന്നു. അവൻ ദേവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നതാർ എന്നും അവനോട് ചോദിച്ചു. യേശു അവരോട്, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അതിനുത്തരം പറവീൻ. എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയും. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത്? എന്നോട് ഉത്തരം പറവീൻ എന്ന് പറഞ്ഞു. അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ അംഗീകരിച്ചില്ല? മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ? എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകൻ എന്നെണുകൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു. അങ്ങനെ അവർ യേശുവിനോട്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഞാനും ഇത് ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നുവെന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു. മഹാപുരോഹിതന്മാർ ചട്ടം കെട്ടിയിരുന്നതനുസരിച്ച് അവിടെ ആടുകളുടെയും കാളുകളുടെയും പ്രാക്കളുടെയും അല്ലെങ്കിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ വ്യാപാരം നടന്ന സ്ഥലത്ത് യേശു ചെന്ന് ചാട്ടവാരെടുത്ത് അവരെ വിരട്ടി ഓടിച്ചു. ഇതറിഞ്ഞ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒരുമിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവര് ആസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആളയച്ച് യേശുവിനെ അങ്ങോട്ട് വരുത്തുകയൊന്നുമല്ല, അവർ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ശരിയാണ്, യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരാനുള്ള ആ മനസ്സാണ് ദൈവം അവർക്ക് നൽകിയത്. തന്നെ പിടിക്കുന്ന ആ നിമിഷം മുതൽ തീർച്ചയായിട്ടും യേശുവിനെ പിടിക്കാനോ അടിക്കാനോ ഒക്കെ ദൈവം അനുവദിക്കും. പക്ഷേ സമയത്തിന് മുമ്പ്, നാഴികയ്ക്ക് മുമ്പ് ഒരിക്കലും യേശുവിനെ തൊടാൻ ആരെ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ അവരുടെ അടുത്തേക്കൊന്നും സമയത്തിന് മുമ്പേ വിളിക്കത്തില്ല. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് മഹാപുരോഹിതൻ അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പരീശന്മാരും ഒക്കെ വരികയാണ്. അവർ യേശുവിനോട്, നീ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു? നിനക്ക് അധികാരം തന്നതാര്? അതായത് ചാട്ടവാരെടുത്ത് ആടിനെയും അല്ലെങ്കിൽ പ്രാക്കളെയൊക്കെ പുറത്തു കൊണ്ടുപോകാൻ, ഇവിടെ കിടക്കരുതെന്ന് പറയാൻ ഉള്ള അധികാരം, ദേവാലയത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ദൈവം സ്ഥാപിച്ചതല്ലേ എന്നാണ് അവരുദ്ദേശിക്കുന്നത്. ദൈവം സ്ഥാപിച്ച ഈ കാര്യത്തെ നിഷേധിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ മത്സരിക്കാൻ ആരധികാരം തന്നു എന്നാണ് ചോദ്യം. യേശുവിന് അവരുടെ തന്ത്രം മനസ്സിലായി. അതുകൊണ്ട് യേശു തിരിച്ചവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞാൽ ഇത് ഞാൻ പറയാം. യേശു ചോദിച്ചത്, യോഹന്നാന്റെ സ്നാനം ആരിൽ നിന്നോ? ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? യോഹന്നാൻ മാനസാന്തരപ്പെടുവെന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ട ആളുകളെ യോർദാൻ നദിയിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി. യോർദാന്റെ ഇരുകരയുമുള്ള ആളുകൾ വന്ന് യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ചു. അപ്പോൾ യോഹന്നാൻ ഇങ്ങനെ സ്നാനപ്പെടുത്തുവാൻ, യഹൂദന്മാരെ സ്നാനപ്പെടുത്തുവാനുള്ള അധികാരം ഏതെങ്കിലും മനുഷ്യൻ നൽകിയതാണോ ദൈവം നൽകിയതാണോ എന്നാണ് ചോദ്യം. ദൈവം നൽകിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ആ യോഹന്നാന്റെ കൈക്ക് സ്നാനപ്പെട്ടില്ല, യോഹന്നാന്റെ ശിഷ്യരായില്ല എന്നൊരു ചോദ്യം ഉണ്ടാകുമെന്ന് അവർക്കറിയാം. മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം യോഹന്നാനെ അംഗീകരിച്ചവരാണ്. അപ്പം അവർ കല്ലെറിയും. അത് മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു, അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർ തടിതപ്പി. യേശു പറഞ്ഞു, നിങ്ങളുടെ ഉത്തരം അതാണെങ്കിൽ ഇതെന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നുവെന്ന് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ പിടിക്കുവാൻ അവർ നടന്നടുക്കുകയായിരുന്നു.
ഇത്ര ധീരമായിട്ട് ഗലീലക്കാരനായ ഒരു 33 വയസ്സുകാരൻ ചാട്ടവാറെടുത്ത് ദൈവം സ്ഥാപിച്ച യാഗമൃഗത്തെ അല്ലെങ്കിൽ യാഗത്തെ ഇങ്ങനെ നിരോധിക്കുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഇവനാണോ മശിഹ? ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണോ? ബൈബിളിൽ എന്തു പറയുന്നു എന്നല്ലേ അവർ പരീക്ഷിക്കേണ്ടത്, നിരീക്ഷിക്കേണ്ടത്? അതിന് തയ്യാറാകാതെ യേശുവിനെ കള്ളപ്രവാചകൻ എന്ന് വിധിച്ചിട്ട് അവർ യേശുവിനെ പിടിക്കാൻ നോക്കുകയാണ്. കള്ളപ്രവാചകന്മാരെ കുറിച്ച് പഴയ നിയമത്തിലൊക്കെ ധാരാളം കള്ളപ്രവാചകന്മാരുണ്ട്. അവർ കാലത്തിനൊത്ത് ഒഴുക്കിനൊത്ത് നീങ്ങുന്നവരാണ്. അവരൊന്നും യഹൂദമതത്തിനെതിരെ ഒന്നും പറയത്തില്ല. അങ്ങനെ അതുവർക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷേ അവർ യേശുവിനെ പിടിക്കുവാനായി ശ്രമിക്കുകയാണ്. യേശുവിനെതിരെ ആളുകളെ തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. യേശുവിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു സ്വന്തത്തിലേക്ക് വന്നു. യോഹന്നാൻ സുവിശേഷം 1:11 വായിക്കുന്ന അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നാണ്. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം നൽകി. യഹൂദന്മാരുടെ മധ്യത്തിലേക്ക് യേശു വന്നു, പക്ഷേ അവർ അംഗീകരിച്ചില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവീത യേശുവിനെ കൈക്കൊള്ളുന്ന മുഴുവൻ ആളുകളെയും ദൈവമക്കളാക്കാൻ പ്രസാദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലാത്തവർ യേശുവിനെ സ്നേഹിച്ച് അനുസരിച്ച് ആരാധിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.